ഒരു വംശത്തെ മുഴുവനായും ഇല്ലാതാക്കിക്കൊണ്ട് അധികാരം കൂടുതലും ശക്തിപ്പെടുത്താൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വൃത്തികെട്ട നടപടിക്ക് ലോകം മുഴുവൻ താക്കീത് നൽകിയിരിക്കുകയാണ്. സ്വന്തം രാജ്യത്ത് വരെ നെതന്യാഹുവിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധങ്ങളും ഉയർന്നിരുന്നു. മാത്രമല്ല, സഖ്യകക്ഷികളെല്ലാം സഹകരണം ഉപേക്ഷിച്ചിട്ടും നെതന്യാഹുവിന് അതുകൊണ്ട് ഒന്നും തന്നെ സമാധാനമാകുന്നില്ല. ലോകത്തിന്റെ മുന്നിൽ തന്നെ ഒറ്റപ്പെട്ടു നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ എന്ന രാജ്യം. മാത്രമല്ല, ഉപരോധിക്കപ്പെട്ട ഗാസ മുനമ്പിൽ ഇസ്രായേൽ സൈന്യം തീവ്രമായ കരയാക്രമണവും ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ ഗാസയിൽ 2 മാസത്തിലേറെയായി നിലനിൽക്കുന്ന സമ്പൂർണ്ണ ഉപരോധത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ ആക്രമണം കൂടുതലും നടന്നത്. അതുപോലെ ഓപ്പറേഷൻ ഗിഡിയോൺ ചാരിറ്റേറ്റ് എന്ന് പേരിട്ട ആക്രമണത്തിലൂടെ ഗാസ മുനമ്പിൽ നിയന്ത്രണാധികാരം സ്ഥാപിക്കുകയാണ് യഥാർത്ഥത്തിൽ നെതന്യാഹുവിന്റെ പ്രധാന ലക്ഷ്യം. മാത്രമല്ല, അതിനൊപ്പം ഗാസയിലേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിക്കാനും സഹായം അനുവദിക്കാനും അമേരിക്കൻ സർക്കാരിലെ സഖ്യകക്ഷികൾ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾ ഇസ്രായേലിന് മേൽ വലിയ രീതിയിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്.